ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ? അങ്ങനെയായിട്ട് ജങ്കുക്കൊക്കെ അവൾ വേറെ ഹലഫേക്സ് കൂടെ ഇങ്ങനെ ഒട്ടിയോടിയിരിക്കുന്നത് ജങ്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ജങ്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കൊക്കെ പ്ലാൻ ചെയ്ത് ഹീറോയിൻ റൂമൊക്കെ കുളിച്ചിട്ട് ഫ്രഷായിട്ട് വന്നായിരുന്നു. ജങ്കൊക്കെ കാല് വെച്ച് ഹീറോയിനെ മുറച്ച് നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. പാട്ട് പാടി തിരിഞ്ഞ് നോക്കുക. ഹീറോയിനെ ഹക്ക് ചെയ്തു. ഹീറോയി ഷോക്കായിരുന്നു. ഞങ്ങൾക്കായിരുന്നു മുറയ്ക്കാൻ എന്നെ അവിടെ നിന്ന് പോകാൻ നോക്കിയായിരുന്നു. ചങ്കൊക്കെ ബെഡ് തള്ളി കിസ് ചെയ്യാൻ ആ ചങ്കൊക്കെ വെച്ച് ഹീറോയിനെ വിളിച്ച് റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. ആ ടേസ്റ്റ് നന്നായിട്ട് പോകുന്നു. ഹീറോ പെണ്ണിട്ടായി ട്രിപ്പിൾ സ്പേസാണ്. അതിൻ്റെ ഓയാരി വിചാരിച്ച് ഹീറോയിനെ നന്നായിട്ട് ക്യാരിങ് ചെയ്യാൻ ഹീറോയി ചങ്കൊക്കെ മുറക്കായിരുന്നു. ടേസ്റ്റ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. ട്രിപ്പിൾ ബേബീസ് ഇപ്പോൾ കുട്ടികൾക്ക് 1 വയസ്സായി. ഈ ഓയാരിക്ക് 8 വയസ്സ്. ഓക്കെ, 8 വയസ്സാണ് തോന്നുന്നു. അതുകൊണ്ട് ഓയാരി മമ്മി ഡാഡി സ്കൂളിൽ പോവാം എന്ന് പറയുന്നു. ബേബി നന്നായിട്ട് ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ടേസ്റ്റ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് വളർന്നു തുടങ്ങി. 4 വയസ്സായി ബേബിക്ക്. കിം പാർക്ക് അങ്ങനെയായിട്ട് ബേബിക്ക് ഇട്ടത് ചങ്കു ബേബിക്ക് ഇട്ടത്. പിന്നെ അത് മാത്രമല്ല മീന എന്ന പേര് ഗേൾ ബേബിക്ക്. ലാസ്റ്റ് ഗേൾ ബേബിയാണ്. ഹീറോയിച്ച് ബേബീസിനെ ഹീറോയിൻ ബേബി ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഞാനും കൂടെ വരുന്ന അങ്ങനെ ഓയായിട്ട് ബേബീസ് പറയുന്നു. ശരിപ്പാണ് 5 വയസ്സായിട്ട് അപ്പം ചേച്ചി കൊണ്ടുപോവാ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ബിസിയായിരുന്നു. ഫ്രണ്ട്സോട് ഭയങ്കര പറഞ്ഞു. ഹീറോയി പറഞ്ഞ ഒരു ഷോപ്പിംഗ് വെച്ച് റൺ ചെയ്യുക. ഫാഷൻ ഡിസൈനറാണ് ഹീറോയി പഠിച്ചത്. പിന്നെ നിറയെ മോഡൽസ് കമ്പനി ജോസ് അല്ല ഹീറോയുടെ ഫ്രണ്ട്സ് ഓരോന്ന് പഠിച്ചായിരുന്നു. അത് മാത്രമല്ല ഹീറോയുടെ ഫ്രണ്ടും പഠിച്ചിരുന്നു. ഓരോന്ന് പഠിച്ചിരുന്നു. അത് മാത്രമല്ല ഹീറോയ്ക്ക് നിറയെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അതല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ സ്കൂൾ ഫ്രണ്ട് അവരെല്ലാം വേറെ ഇതൊന്ന് പഠിച്ചിരുന്നു. അത് വലിയ കമ്പനി. അത് ജോസ് ഫാൻസി ഷൂ ഡ്രസ്സ് മാല നിറയെ ഹീറോയിൻ ഫാഷൻ ഡിസൈൻ പഠിച്ചത്. അതുകൊണ്ട് നിറയെ ഉണ്ടാക്കാറ്. അത് മാത്രം സ്റ്റേജ് ഉണ്ട് ഫാഷൻ ഡിസൈൻ. അത് ജങ്കുക്കിൻ്റെ കമ്പനിയാണ്. അവിടെ ഹീറോയിൻ നിറയെ ഫാഷൻ ഡ്രസ്സ് മോഡൽ ഡ്രസ്സ് എല്ലാം ഉണ്ടാക്കാറുണ്ട് ഹീറോയിൻ. അത് ടോപ്പ് കമ്പനിയാണ് ജങ്കുക്ക്. ഹീറോയ്ക്ക് ജോലി കിട്ടി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. ബേബീസൊക്കെ ഉണ്ട്. ബേബീസ് സ്റ്റൈലായി നടക്കണം. കൊയ്യാരി നടക്കും. അത് മാത്രമല്ല ഇപ്പം ഹീറോയുടെ ബേബീസും വളർന്നതായി. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഇപ്പോൾ 3 ബേബീസൊക്കെ 5 വയസ്സായി. ഹീറോ ഹർഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഹീറോ അങ്ങോട്ട് കൂടുമായിരുന്നു. ജങ്കുക്ക് അതിന് ഇപ്പോൾ ബേബീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഹീറോ കൂടെ ഡെയിലി റൊമാൻസ് ചെയ്യും. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം ബേബി സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങോട്ട് ഹീറോയിന് ഇപ്പം വിസി പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് കേസ് ചെയ്യുന്നു. അങ്ങനെ ഹീറോയി കൂടെ ജോലിയായിട്ട് തുടങ്ങി. ചങ്കൊക്ക് ഹീറോയി മുറക്കായിരുന്നു ചങ്കൊക്കിനെ. അങ്ങനെ വീണ്ടും ഹീറോയിൻ പെട്ടെന്നിട്ടായി. പിന്നെ ബേബീസ് വന്നായിരുന്നു. ഇപ്പം ഇപ്പം 6 വയസ്സായി 3 പേർക്ക്. അങ്ങനെ 3 പേർ വന്നു. എന്ത് പറ്റി മമ്മി നിങ്ങൾക്ക് സിസ്റ്ററിൽ വരാൻ പോവാൻ അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഒയ്യാരിക്ക് വീണ്ടും എനിക്ക് വരാൻ ഒയ്യാരിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഒയ്യാരി ബേബീസിൻ്റെ കൂടെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്കൊരു കുട്ടി ഒരു ബോയ് ബേബി ജനിച്ച്. അതാണ് ബേബിക്ക് മിനോൻ എൻ്റെ പേരിട്ടായിരുന്നു. അതിനായിട്ട് ബേബീസ് കൂടെ ഹീറോ ജോലിയായിട്ടിരിക്കണം. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. കുട്ടി വളർന്നു. ഇപ്പം കുട്ടിക്ക് മിനോനിക്ക് 1 വയസ്സ്. ഒയ്യാരി പറയായിരുന്നു ഓക്കെ നമ്മ ബീച്ച് ഇടാനായിട്ട് എല്ലാവരും കളിക്കാറുണ്ട്. അങ്ങനെ 3 പേര് വന്ന് ഒയ്യാരി വന്നു ബേബിനെ ക്യാരിങ് ചെയ്യാൻ. അങ്ങനെ 3 പേര് ബേബീസ് വന്ന് ഇവിടെ നോക്ക് എന്നെ പറഞ്ഞു ആ ബേബിനെ കാര്യം 3 പേർക്ക് ബേബിനെ ഒയ്യാരി ശ്രദ്ധിച്ച് നോക്കാറ് എന്താ ചെയ്യുമെന്ന്. ഒയ്യാരി ബീച്ച് സൈഡ് നോക്കി എൻജോയ് ചെയ്യുക. ഫോട്ടോസ് എടുക്കായിരുന്നു. ഹീറോയിൻ നോക്കി ഭയങ്കര ഹാപ്പിയായിരുന്നു. ജങ്കുക്ക് ഒരു ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ബീച്ച് സൈഡിൽ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഫാമിലി ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ പാർട്ടിക്കെല്ലാം വന്നായിരുന്നു. അങ്ങനെ ജങ്കുക്ക് എക്സ് വൈഫ് തിരിച്ച് വന്നായിരുന്നു. ജങ്കുക്കിനോട് പറയുന്നു സോറിപ്പാ എന്ന് പറഞ്ഞു. ജങ്കുക്ക് എല്ലാ കാര്യം അവൾ വന്നത് എന്തിന് വ്യത്യാസം വരുന്നതെല്ലാം ജങ്കുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ജങ്കുക്ക് അവളെ മറട്ട തുടങ്ങിയായിരുന്നു. നീ എന്നെ ചീറ്റ് ചെയ്തായിരുന്നു. എൻ്റെ കൂടെ ബേബീസ് ജനിക്കുമ്പോൾ ബേബിക്ക് 1 വയസ്സാകുമ്പോൾ നീ പോയത് ബേബിനെ അടക്കിയിട്ട് നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്ന് പറഞ്ഞു. അത്രത്തോളം എൻ്റെ കൂടെ ജീവിച്ചില്ലേ. അതുമാത്രമല്ല നീ എന്തിനു വന്നത് എനിക്ക് അറിയുമെന്ന് ജങ്കുക്ക് അവളെ മിരട്ടിയായിരുന്നു. അങ്ങനെ ആ പെണ്ണ് പേടിച്ച് പോയിരുന്നു. അവളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അടിച്ച് അങ്ങനെ പോലീസ് വന്ന് അവർ 2 പേരും വിളിച്ച് പോയി. ഞങ്ങൾക്ക് സമാധാനമായി പറയാം. ജങ്കുക്ക് ഒരു ഫ്രണ്ട് പറയായിരുന്നു താങ്ക് യു
താങ്ക് യു എന്ന് പറയുന്നു ഫ്രണ്ടിനുണ്ട്. ഫ്രണ്ട് അങ്ങനെ മീനല്ല അങ്ങനെ ഫ്ലെക്സ് പറയുന്നു. എല്ലാം എനിക്കറിയും. ഫ്ലെക്സിൻ്റെ ചേട്ടനായിരുന്നു പറഞ്ഞു കൊടുത്തത്. ഫ്ലെക്സ് പറയുന്നു പ്രശ്നമില്ല സോൾവ് എന്ന് പറഞ്ഞു. ഫ്ലെക്സിൻ്റെ ചേട്ടൻ ഫ്ലെക്സ് മണ്ടക്കരായിട്ട് ചേട്ടാ എന്ന് ബാൻഷെന്ന് പറയുന്നു. ബായ്മുട്ര എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഫാമിലീസിനും ഫ്ലെക്സിക്ക് മാരേജായി. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസിയാണ് ഫ്ലെക്സിൻ്റെ പാർട്ട്ണർ. റോസിനെ ഫ്ലെക്സിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേർ മാരേജ് ചെയ്ത് അങ്ങനെ റോസൊക്കെ ബേബി ഉണ്ടായിരുന്നു. റോസിക്ക് പറഞ്ഞ ട്രിബിൾസാണ്. ഇപ്പോൾ ഒരു ബേബി ഉണ്ട് ചെറിയത്. അതും ഹീറോയി കൂടെ ജോലി കളിക്കായിരുന്നു. 4 ബേബീസാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ബീച്ച് സൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ബീച്ച് സൈഡ് നിന്നിട്ട് ഹീറോയിൻ നോക്കായിരുന്നു. അപ്പോൾ ടീച്ചർ ഹീറോയിൻ്റെ ക്ലാസ് ടീച്ചർ അങ്ങനെ എല്ലാവരും വന്ന് നോക്കുക. ഹീറോയിനും ഷോക്കായിരുന്നു. മിയ എന്താ ഇവിടെ ചെയ്യുക? ടീച്ചർ എൻ്റെ ഹസ്ബൻഡാ എന്ന് പറയാമോ? എല്ലാവരും നോക്കി ഞങ്ങൾക്കിടയൊക്കെ ഷോക്കായിരുന്നു. ഇവർ ബിസിനസ് മാൻ അല്ലേ? അതെ ബിസിനസ് മാൻ. ടീച്ചർ കേൾക്കരുത്. എങ്ങനെയുണ്ട് ലവ് സ്റ്റോറി പറയും. ടീച്ചർ ഒരു നല്ല ജോലി ടീച്ചറാണ്. ഹീറോയിട്ട് നടന്ന കാര്യം മൊത്തം പറയായിരുന്നു. ടീച്ചർ ഇതാണ് സംഭവിച്ചത്, നല്ല സ്റ്റോറിയാ എന്ന് പറയുന്നത്. ജങ്കുക്കാണ് ടീച്ചർ കേൾക്കാറുണ്ട്. ജങ്കുക്ക് നടന്ന കാര്യം പറയുന്നു. ഓഹോ എന്ന് പറയുന്നത്. രണ്ടുപേരും ഹസ്ബൻഡ് വൈഫാണ്. അവർ രണ്ടുപേർ പറയുന്നു. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പം നമ്മൾ രണ്ടുപേര് പ്രിൻസിപ്പിൾ എന്ന് ചങ്കുക്കൊരു ടീച്ചർ പറയണോ? ഞാനിപ്പോൾ പ്രിൻസിപ്പിളിടാ കോളേജൊക്കെ പ്രിൻസിപ്പൾ. ടീച്ചർ പറയുന്നു. ഞാൻ സ്കൂൾ ടീച്ചറാണെന്ന് പറയുന്നു. പ്രിൻസിപ്പളാണെന്ന് പറയും. രണ്ടുപേരും ഹസ്ബൻഡ് വൈഫാണ്. അതുകൊണ്ട് പറയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സംസ്കരിക്കും എൻ്റെ ഹസ്ബൻഡ് കൂടെ എന്ന് പറയാം. ഹീറോ ചിരിക്കായിരുന്നു. അങ്ങനെ ഫാമിലീസ് എല്ലാം ഫോട്ടോസ് എടുത്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫ്ലെക്സിൻ്റെ മണ്ടിൽ പിടിച്ച് കളി ആട്ടായിരുന്നു. റോസ് എന്താടാ ഇത്? ഇല്ലടി അതെനിക്കറിയില്ല. ഒരു ഗോൾ വന്ന ഫ്ലെക്സിന് ഹാൻസം ഇട്ടോ ഫോൺ നമ്പർ ഇട്ടോ തരുമോ? ഇല്ലപ്പോൾ എനിക്ക് മാരേജ് ആയി. റോസ് ആണെങ്കിൽ ഫ്ലെക്സിനെ പിടിച്ച് തല്ലാൻ തയ്ക്കാൻ തുടങ്ങി. ഹീറോ ഇതെല്ലാം ഒക്കെ ചിരിക്കായിരുന്നു. പ്ലീസ് അയ്യോ വിട്ടു റെഡി തല്ലേ